ഈ വീഡിയോയിൽ നമ്മൾ കെമിസ്ട്രിയിലെ 5th ചാപ്റ്ററായ ഇലക്ട്രോ കെമിസ്ട്രീനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രി എന്താണെന്ന് പഠിക്കാം. ഇലക്ട്രോ കെമിസ്ട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓൺ ദ പ്രോസസ് ദാറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ത്രൂ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് യൂസ് ഇലക്ട്രിസിറ്റി ടു ബ്രിങ് അബൌട്ട് കെമിക്കൽ റിയാക്ഷൻ. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞത് കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ്. ഇത് എന്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്? വേരിയസ് കെമിക്കൽ റിയാക്ഷനിലൂടെ നമുക്ക് ഇലക്ട്രിസിറ്റീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് കെമിക്കൽ റിയാക്ഷൻസ് നടത്താൻ കഴിയും. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഒന്ന്, ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നു, കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. ഇത് പോസിബിൾ ആവുന്നത് ഈ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽസ് വെച്ചിട്ടാണ് ഇത്തരം എനർജി കൺവേർഷൻ നടത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞത്, ഇവിടെ ഉപയോഗിക്കുന്ന ഡിവൈസസ് എന്ന് പറഞ്ഞത് ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നു, കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന എനർജി കൺവേർഷനാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ഈ ബ്രാഞ്ചിൽ നടക്കുന്നത്. ഇലക്ട്രോ കെമിക്കൽ സെൽസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറഞ്ഞത്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. ഒന്നാമത്തെയാണ് ഗാൽവനിക് സെല്ല്, രണ്ടാമത്തെയാണ് ഇലക്ട്രോലൈറ്റിക് സെൽ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇലക്ട്രോ കെമിക്കൽ സെൽസിനെ എത്രയൊക്കെ നമ്മൾ തിരിച്ചിരിക്കുന്നു? രണ്ടാക്കി തിരിക്കുന്നു. ഒന്നാമത്തെയാണ് ഗാൽവനിക് സെല്ലും രണ്ടാമത്തെയാണ് ഇലക്ട്രോലൈറ്റിക് സെല്ലും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് എനർജി കൺവേർഷൻ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പഠിക്കാം. ഇതിൽ രണ്ടാമത്തെ സെല്ലായ ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുമ്പോൾ തന്നെ ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജിയാക്കി മാറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇവിടെ ഫസ്റ്റ് ആയതുകൊണ്ട് ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നു. അപ്പോൾ ഗാൽവനിക് സെല്ലിൽ ഒന്ന് തിരിച്ച് ചിന്തിച്ചാൽ മതി, അവിടെ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. രണ്ടും തെറ്റരുത്. നിങ്ങൾ കോഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. ഇനി ഗാൽവനിക് സെൽ എന്താണ്? ഗാൽവനിക് സെൽ ആർ ഡിവൈസസ് ദാറ്റ് കൺവേർട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. ഗാൽവനിക് സെല്ലിന് ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡാനിയൽ സെല്ലാണ് ഗാൽവനിക് സെല്ലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. പരീക്ഷയിൽ ചോദിക്കട്ടെ, ഡാനിയൽ സെൽ എന്ന് പറഞ്ഞത് ഗാൽവനിക് സെല്ലിന് എക്സാമ്പിൾ ആണോ അതോ ഇലക്ട്രോലൈറ്റിക് സെല്ലിന് എക്സാമ്പിൾ ആണോ? ഏതിനാണ് ഡാനിയൽ സെൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? ഗാൽവനിക് സെല്ലിനാണ് അവിടെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്ന് പറഞ്ഞത് കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. അടുത്തത് നമുക്ക് ഈ ഡാനിയൽ സെല്ല് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം അല്ലെങ്കിൽ ഡാനിയൽ സെല്ല് എങ്ങനെ നിർമ്മിക്കാം എന്ന് കാണിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് പഠിക്കാം. ഇനി ഒരു ഡാനിയൽ സെല്ല് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും എന്ന് കാണിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നടക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറഞ്ഞത്, ഫസ്റ്റ് തന്നെ ഒരു ബീക്കർ എടുത്തു. ഈ ബീക്കറിൽ നമ്മൾ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആണ് എടുത്തിരിക്കുന്നത്. കണ്ട, ഇങ്ങനെ വെള്ളം പോലെ എടുത്തിരിക്കുന്നത് സിങ്ക് സൾഫേറ്റിന്റെ സൊല്യൂഷൻ ആണ്. ഇനി രണ്ടാമത്തെ ബീക്കറിൽ നമ്മൾ എടുത്തിരിക്കുന്നത് കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ ആണ്. അപ്പൊ ഇവിടെ സിങ്ക് സൾഫേറ്റിന്റെ സൊല്യൂഷൻ എടുത്തിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഇറക്കി വെച്ചിരിക്കുന്ന റോഡ് എന്ന് പറഞ്ഞത് സിങ്ക് റോഡാണ്. ഇവിടെ കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ എടുത്തിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഇറക്കി വെച്ചിരിക്കുന്ന ഈ ഒരു റോഡ് എന്ന് പറഞ്ഞത് കോപ്പർ റോഡാണ്. ഇനി ഈ ഒരു ബീക്കറിലുള്ള മൊത്തം കാര്യത്തിനെ നമ്മൾ ഹാഫ് സെൽ 1 എന്ന് പേരിട്ടു. രണ്ടാമത്തെ ബീക്കറിലുള്ളതിനെ നമ്മൾ ഹാഫ് സെൽ 2 എന്ന് പേരിട്ടു. ഇനി ഇവിടെ ഒരു സംഭവം കണ്ട, യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം കണ്ട, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോൾട്ട് ബ്രിഡ്ജ്. ഈ സോൾട്ട് ബ്രിഡ്ജ് എങ്ങനെയാണ് നമ്മൾ നിർമ്മിക്കുന്നത്? ഈ നമ്മുടെ ഫിൽട്ടർ പേപ്പർ ഉണ്ടല്ലോ, ഇത് മടക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൽ പൊട്ടാസ്യം ക്ലോറൈഡോ അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡോ അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റോ ആ ഒരു ഫിൽട്ടർ പേപ്പറിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിന്റെ മുകളിൽ ഒന്ന് മോയിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വാട്ടർ ഇങ്ങനെ തെളിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഫിൽട്ടർ പേപ്പർ ഈ രണ്ട് സൊല്യൂഷനിലും മുങ്ങിയിരിക്കുന്ന രീതിയിൽ നമ്മൾ അതിനെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തെ, ആ ഒരു അറേഞ്ച്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോൾട്ട് ബ്രിഡ്ജ്. ഇപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ട് ഈ യു ഷേപ്ഡ് സംഭവം എന്താന്ന് നെയിം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? സോൾട്ട് ബ്രിഡ്ജ് ആണ്. സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷനിങ് ഒക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇനി ഇവിടെ നോക്കിയേ, ഈ സിങ്ക് റോഡും കോപ്പർ റോഡും ഒരു ബൾബിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. കോപ്പർ വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സിങ്ക് റോഡും കോപ്പർ റോഡും ഒരു ബൾബിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള ഒബ്സർവേഷൻ എന്താണ്? ഇവിടുത്തെ ഈ ബൾബ് ഗ്ലോ ചെയ്യും, ബൾബ് പ്രകാശിക്കും.
അടുത്തൊരു ക്വസ്റ്റ്യൻ വരാണ്, എന്തുകൊണ്ടാണ് ഈ ബൾബ് പ്രകാശിച്ചത് അല്ലെങ്കിൽ ഗ്ലോ ചെയ്തത്? ഇതിലൂടെ ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ ഉണ്ടായത് കൊണ്ടാണ് അവിടെ ബൾബ് കത്തിയത് അല്ലെങ്കിൽ ബൾബ് പ്രകാശിച്ചത്. ഈ ഒരു എക്സ്പെരിമെന്റിൽ തന്നെ ഈ ബൾബിനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ അതിൽ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുന്ന ഇതേ രീതിയിലുള്ള എക്സ്പെരിമെന്റ് ആണ് ഇനി നമ്മൾ പിന്നീട് ചെയ്യാൻ പോകുന്നത്. നമുക്കത് എന്താണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ബൾബ് കത്തിയത് അല്ലെങ്കിൽ പ്രകാശിച്ചത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ വന്നതുകൊണ്ടാണ് അവിടെ ബൾബ് ഗ്ലോ ചെയ്തത്. ഇനി ഈ കാണുന്ന എക്സ്പെരിമെന്റ് ഡാനിയൽ സെല്ലിന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി എടുത്ത ആ ഒരു എക്സ്പെരിമെന്റ് നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്യാണ്. ഇവിടെ നമ്മൾ നേരത്തെ ഉപയോഗിച്ചത് ബൾബാണ്. ഈ ബൾബ് മാറ്റിയിട്ട് നമ്മൾ ഇതിൽ ഒരു ഗാൽവനോമീറ്റർ കൊണ്ട് വെക്കുക. ഈ ഗാൽവനോമീറ്റർ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ഇതിലൂടെ ഒഴുകുന്ന വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ കറണ്ടിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഈ ഗാൽവനോമീറ്റർ. ബാറ്ററിയുടെ പോലെ തന്നെ ഗാൽവനോമീറ്ററിനും പോസിറ്റീവും നെഗറ്റീവും ടെർമിനൽ ഉണ്ട്. ഇതിൽ ഗാൽവനോമീറ്ററിന്റെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യേണ്ടത് സിങ്ക് റോഡിലേക്കാണ്, പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യേണ്ടത് കോപ്പർ റോഡിലേക്കാണ്. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഈ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത് പോസിറ്റീവ് ടെർമിനലിന്റെ ഭാഗത്തേക്കാണ്, അതായത് റൈറ്റ് സൈഡിലേക്കാണ് ഈ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുക. ഇത് കാണിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ, ഇവിടെ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടായത് സിങ്ക് റോഡിൽ നിന്ന് കോപ്പർ റോഡിലേക്കാണ്. ഫസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടായത് സിങ്ക് റോഡിൽ നിന്ന് കോപ്പർ റോഡിലേക്കാണെങ്കിൽ ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ എവിടുന്ന് എവിടേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടേക്കാണോ ഇലക്ട്രോൺ ഫ്ലോ ചെയ്തത് അതിന് നേരെ റിവേഴ്സ് പറയണം ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ. ഇവിടെ ഇലക്ട്രോൺ മൂവ് ചെയ്തത് സിങ്കിൽ നിന്ന് കോപ്പറിലോട്ടാണെങ്കിൽ ഇലക്ട്രിക് കറണ്ട് മൂവ് ചെയ്യുന്നത് കോപ്പറിൽ നിന്ന് സിങ്കിലോട്ടാണ്. അതാണ് അവിടെ പോയിന്റ് കേട്ടാ. എവിടെ നിന്ന് എവിടേക്ക് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടായോ അതിന് നേരെ റിവേഴ്സ് ആയിരിക്കും ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ. ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഈ ഗാൽവനോമീറ്റർ എടുത്ത് മാറ്റിയിട്ട് അതിന് സ്ഥാനത്ത് ഒരു വോൾട്ട് മീറ്റർ കൊണ്ടുവച്ചു. അതായത് ഇവിടുത്തെ വോൾട്ടേജ് അളക്കാൻ വേണ്ടിയിട്ടാണ് വോൾട്ട് മീറ്റർ കൊണ്ടുവച്ചേക്കുന്നത്. ഇനി ഈ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാം. പരീക്ഷയ്ക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും എഴുതേണ്ട രീതിയിൽ നമുക്കത് പഠിക്കാം. ഇതിനെ നമ്മൾ ഹാഫ് സെൽ 1 എടുത്തു, ഇതിനെ നമ്മൾ ഹാഫ് സെൽ 2 എന്ന് എടുത്തു. ഇതിലത്തെ കാര്യങ്ങളൊന്നും മാറുന്നില്ല. ഇവിടെ സിങ്ക് സൾഫേറ്റിന്റെ സൊല്യൂഷൻ ആണ് എടുത്തിരിക്കുന്നത്. സിങ്ക് റോഡ് ഇതിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബീക്കറിൽ കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ ആണ് എടുത്തിരിക്കുന്നത്. കോപ്പർ റോഡ് മുക്കി വെച്ചിട്ടുണ്ട്. ഗാൽവനോമീറ്റർ ഈ ഒരു റോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. കോപ്പർ വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഗാൽവനോമീറ്ററിന്റെ നെഗറ്റീവ് ടെർമിനൽ ഈ സിങ്ക് റോഡിനോടും പോസിറ്റീവ് ടെർമിനൽ ഈ കോപ്പർ റോഡിനോടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിന്റെ ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ട്? സിങ്ക് റോഡിൽ നിന്ന് കോപ്പർ റോഡിലേക്കായിരിക്കും ഇലക്ട്രോണിന്റെ ഫ്ലോ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ എങ്ങോട്ടായിരിക്കും? നേരെ തിരിച്ച് കോപ്പർ റോഡിൽ നിന്ന് സിങ്ക് റോഡിലേക്ക്. പുതിയ 2 ടേം നമ്മൾ പഠിക്കുകയാണ്. ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണ്? ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് സിങ്ക് ഇലക്ട്രോഡിലാണ്. ഫസ്റ്റ് പോയിന്റ് കേട്ടാ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം നടക്കുന്നത് സിങ്ക് റോഡിലാണ്, റിഡക്ഷൻ നടക്കുന്നത് കോപ്പർ റോഡിലാണ്. അപ്പൊ ഓക്സിഡേഷൻ നടക്കുന്നത് സിങ്ക് റോഡിലാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോസ് ഓഫ് ഇലക്ട്രോൺ. സിങ്ക് എപ്പോഴും ഇലക്ട്രോണെ വിട്ടുകളയാണ് ചെയ്യുക. ഇലക്ട്രോണെ വിട്ടുകളഞ്ഞ് പോസിറ്റീവ് ചാർജ് ആവും. അതാണ് സിങ്കിന്റെ പ്രത്യേകത. അപ്പൊ ഏത് ഇലക്ട്രോഡിലാണോ ഓക്സിഡേഷൻ നടക്കുന്നത് ആ ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സിങ്ക് ഇലക്ട്രോണെ എപ്പോഴും വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ആരാണോ ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നത് ആ ഇലക്ട്രോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. ഏത് ഇലക്ട്രോഡിലാണോ ഓക്സിഡേഷൻ നടക്കുന്നത് ആ ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ്. ഇനി കോപ്പർ എപ്പോഴും ഇലക്ട്രോണെ മേടിക്കും, ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുക. നെഗറ്റീവായിട്ട് മാറും, നെഗറ്റീവ് ചാർജ് കൈവരിക്കും. അപ്പൊ ഈ കോപ്പർ റോഡിൽ ഇലക്ട്രോണെ മേടിക്കുന്നത് കൊണ്ട് അവിടെ നടക്കുന്നത് റിഡക്ഷൻ ആണ്. പരീക്ഷ ചോദിക്കും, ഏത് ഇലക്ട്രോഡിലാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്? ഏത് ഇലക്ട്രോഡിലാണ്? കോപ്പർ ഇലക്ട്രോഡിലാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഏത് ഇലക്ട്രോഡിലാണോ റിഡക്ഷൻ സംഭവിക്കുന്നത് ആ ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാഥോഡ്. അപ്പൊ ആനോഡ് എന്താണ്, കാഥോഡ് എന്താണ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റുണ്ടെങ്കിൽ ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാണ്. ലോൺ എന്ന് പറഞ്ഞൊരു കോഡ്. ലോൺ എന്ന് പറയുമ്പോൾ സിങ്കിന്റെ കാര്യങ്ങൾ, ഈ സിങ്കിൽ ഓക്സിഡേഷൻ നടക്കാൻ ഒരു കാരണമുണ്ട്. എന്താണ്? റിയാക്ടിവിറ്റി സീരീസ്. കണ്ട ഈ ഒരു പിക്ചറിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് മെറ്റലിലാണ് ഓക്സിഡേഷൻ നടക്കുക, ഏത് മെറ്റലിലാണ് റിഡക്ഷൻ നടക്കുക എന്ന്
എന്ന് നമ്മൾ തീരുമാനിക്കുക. അപ്പൊ ഈ ഒരു റിയാക്ടിവിറ്റി സീരീസ് ഇതേപോലെ തന്നെ പഠിച്ചു വെക്കുക. ഇപ്പോൾ ഈ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് വരും തോറും റിയാക്ടിവിറ്റി കുറഞ്ഞു വരണം ചെയ്യാം. അപ്പോൾ സിങ്കിനാണോ ഗോൾഡിനാണോ റിയാക്ടിവിറ്റി കൂടുതൽ? മുകളിലുള്ള സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. ഇനി ഇവിടെ ഹൈഡ്രജനെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ആക്കി എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജന് മുകളിലുള്ളതെല്ലാം ഓക്സിഡേഷൻ ആണ് നടക്കുക, ഹൈഡ്രജന് താഴെയുള്ളത് റിഡക്ഷൻ ആണ് നടക്കുക. അതൊരു ചെറിയൊരു ഹിന്റ് ആണ്. ഇപ്പൊ നോക്കി ഇതിൽ തന്നെ നോക്കിയേ, സിങ്ക് എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ മുകളിലാണ്. സോ അവിടെ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. അവിടുത്തെ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ആനോഡാണ്. അവിടെ നടക്കുന്നത് ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തുകയാണ്, ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് അവിടെ വരുന്നത്. എന്നാൽ കോപ്പർ ഹൈഡ്രജനേക്കാളും താഴെ ആയതുകൊണ്ട് അവിടെ നടക്കുന്നത് റിഡക്ഷൻ ആണ്. ആ ഇലക്ട്രോഡെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാഥോഡ്. അവിടെ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത്, മെർക്കുറിയും സിൽവറും തമ്മിലൊരു കമ്പാരിസൺ തന്നു. അപ്പൊ അത് രണ്ടും ഹൈഡ്രജന് താഴെയാണ്. അപ്പൊ ഹൈഡ്രജന് താഴെയുള്ളത് മുഴുവൻ റിഡക്ഷൻ ആണ് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ മെർക്കുറിയും സിൽവറും കൂടി തരാണെങ്കിൽ ഇതിൽ ഏതിനാണ് ഓക്സിഡേഷൻ നടക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള സംഭവം മെർക്കുറി. മനസ്സിലായി? മെർക്കുറി ഏറ്റവും മുകളിൽ വരുന്നത് ഓക്സിഡേഷൻ സംഭവിക്കും, അതിന് താഴെ വരുന്നത് റിഡക്ഷൻ സംഭവിക്കും. ഇനി മാഗ്നീഷ്യം ഗോൾഡ് ആണെന്ന് വിചാരിക്കും. ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഏതിനായിരിക്കും ഓക്സിഡേഷൻ നടക്കുക? മാഗ്നീഷ്യത്തിനായിരിക്കും ഓക്സിഡേഷൻ നടക്കുക, ഗോൾഡിന് റിഡക്ഷൻ നടക്കും. അപ്പൊ റിയാക്ടിവിറ്റി സീരീസിന്റെ അടിസ്ഥാനത്തിലാണ് ഏതിനാണ് റിഡക്ഷൻ ഏതിനാണ് ഓക്സിഡേഷൻ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ ലോൺ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് എന്താ പറയുന്നത്? കണ്ട, ഈ ലെഫ്റ്റ് സൈഡിൽ O എന്ന് പറയുമ്പോൾ അത് ഓക്സിഡേഷൻ ആണ് നടക്കാൻ നമ്മൾ പറഞ്ഞു. A എന്ന് പറഞ്ഞ് ഏത് ഇലക്ട്രോഡിലാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ്. ആ ആനോഡിന്റെ ടെർമിനൽ എന്ന് പറഞ്ഞത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ലോൺ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി. ഇനി കാഥോഡിന്റെ കാര്യങ്ങൾ, അപ്പുറത്തെ സൈഡിലുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കാൻ പറ്റാണ്ടാകുമ്പോൾ ഒരു ബ്രീതിങ് ഡിഫിക്കൽറ്റി വരും. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? ആ സമയത്ത് കുഴഞ്ഞു വീഴാണെങ്കിൽ CPR കൊടുക്കും. അപ്പോൾ അടുത്തൊരു കോഡ് CPR ആണ്. C എന്ന് പറഞ്ഞത് റൈറ്റ് സൈഡിൽ, R എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിൽ റിഡക്ഷൻ നടക്കുന്നു. റിഡക്ഷൻ എന്ന് പറഞ്ഞത് ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു ടെർമിനൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. C എന്ന് പറഞ്ഞത് ആ ഇലക്ട്രോഡിനെ എവിടെയാണോ റിഡക്ഷൻ നടക്കുന്നത് ആ ഇലക്ട്രോഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് കാഥോഡ്. അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചിരിക്കുക. നിങ്ങൾക്ക് ഇത് രണ്ടും പങ്കുകളും തെറ്റിപ്പോകരുത്. ഇനി സിങ്കിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷന്റെ ഇക്വേഷൻ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സിങ്ക് എപ്പോഴും ഇലക്ട്രോണെ വിട്ടുകൊടുക്കണം ചെയ്യുക. അപ്പൊ സിങ്ക് എന്ന് പറഞ്ഞ ആറ്റം 2 ഇലക്ട്രോണെ വിട്ടുകൊടുത്തിട്ട് സിങ്ക് 2+ ആയിട്ട് മാറി. ഇതേപോലെ തന്നെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഈ സിങ്ക് ആറ്റം 2 ഇലക്ട്രോണെ വിട്ടുകൊടുത്തിട്ട് സിങ്ക് 2+ അയോൺ ആയിട്ട് മാറി. ഈ മുകളിൽ 2+ എന്നൊക്കെ വരുന്നത് അത് ചാർജ്ഡ് ആറ്റത്തെ കാണിക്കുന്നതാണ്. ചാർജ്ഡ് ആറ്റത്തിന് നമ്മൾ അയോൺ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പൊ സിങ്ക് 2+ എന്ന് പറഞ്ഞത് ഒരു അയോൺ ആണ്, ION. ഇനി ഈ ഇലക്ട്രോണെ ഈ Cu2+ എന്ന് പറഞ്ഞ കോപ്പർ അയോൺ, ഇവിടെയുള്ള കോപ്പർ അയോൺ ഈ 2 ഇലക്ട്രോണെ സ്വീകരിച്ചിട്ട് കോപ്പർ ആറ്റമായിട്ട് മാറാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ പഠിച്ചു വെക്കുക, ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവരുത്. ഈ ഒരു പേജിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. കണ്ട, സിങ്കിൽ നടക്കുന്നത് സിങ്ക് ആറ്റം 2 ഇലക്ട്രോണെ വിട്ടുകൊടുത്തിട്ട് സിങ്ക് അയോൺ ആയിട്ട് മാറും. അപ്പോൾ സിങ്ക് ഇലക്ട്രോണിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞത് ഇലക്ട്രോണെ വിട്ടുകൊടുത്തുകൊണ്ട് ഇവിടെ ഓക്സിഡേഷൻ നടന്നു. കോപ്പർ ഇലക്ട്രോഡിൽ Cu2+ എന്ന് പറഞ്ഞ അയോൺ 2 ഇലക്ട്രോണെ സ്വീകരിച്ചിട്ട് കോപ്പർ ആറ്റമായിട്ട് മാറി. അപ്പൊ കോപ്പർ ഇലക്ട്രോണിൽ നടക്കുന്നത് ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുക എന്നുള്ളത് കൊണ്ട് അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞത് റിഡക്ഷൻ ആയിരിക്കും. ഏത് ഇലക്ട്രോഡിലാണോ ഓക്സിഡേഷൻ നടന്നത് ആ ഇലക്ട്രോഡിനെ നമ്മൾ എന്ത് വിളിക്കും? ആനോഡ് എന്ന് വിളിക്കും. കണ്ട, ഇവിടെ ഓക്സിഡേഷൻ നടന്നത് സിങ്ക് ഇലക്ട്രോഡിലായതുകൊണ്ട് അവിടെ ആ സിങ്ക് ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ്. ഇനി ഏത് ഇലക്ട്രോഡിലാണോ റിഡക്ഷൻ നടന്നത് ആ ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാഥോഡ്. ഇനി ഡാനിയൽ സെല്ലിൽ നടക്കുന്ന പ്രോസസ്സ്, ആനോഡിലും കാഥോഡിലുമുള്ള കെമിക്കൽ ഇക്വേഷൻ നിങ്ങൾ കാണാൻ പഠിച്ചിരിക്കണം. ഇനി ഓവറോൾ സെൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും പ്ലസ് ചെയ്താൽ മതി. പ്ലസ് ചെയ്യുമ്പോൾ സിങ്ക് + Cu2+ ഗീവ് സിങ്ക് 2+ കോപ്പർ. അതായത് ഈ 2 ഇലക്ട്രോൺ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ ഈ ഒരു ഇക്വേഷൻ, ഈ 3 ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആനോഡിൽ നടക്കുന്നത് കാഥോഡിൽ നടക്കുന്നത് ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുന്ന ഒരു സെൽ റിയാക്ഷന്റെ ഇക്വേഷനും പഠിച്ചിരിക്കുക. ഇനി നമുക്ക് ഇതിലെ സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷനിങ്ങും അതുപോലെ തന്നെ സോൾട്ട് ബ്രിഡ്ജ് എങ്ങനെ നിർമ്മിക്കാന്നും കൂടി നോക്കാം. ഇവിടെ സിങ്ക് ഇലക്ട്രോഡില് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആണ്
എടുത്തിരിക്കുന്നത്. അപ്പൊ സിങ്ക് 2+ SO4 2- ഈ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലുണ്ട്. ഇവിടുത്തെ അയോൺസ് എന്ന് പറഞ്ഞത് ഈക്വൽ നമ്പർ ഓഫ് അയോൺസ് ആണ് അല്ലെ. ഒന്ന് പോസിറ്റീവ് 2+ഉം 2- രണ്ടും ഈക്വൽ നമ്പർ ആണ്. ഒന്ന് പോസിറ്റീവ് കൂടി നിൽക്കുന്നില്ല, നെഗറ്റീവ് കൂടി നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിങ്ക് സൾഫേറ്റിൽ ഉള്ള സൊല്യൂഷന്റെ ചാർജ് എന്ന് പറഞ്ഞത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ന്യൂട്രൽ ആണ് അവിടെ വരുന്നത്, ചാർജ് ഇല്ല. അപ്പോൾ ഇവിടുത്തെ കോപ്പർ സൾഫേറ്റിനും അതുപോലെ തന്നെയാണ് Cu2+ഉം SO4 2- ഈക്വൽ നമ്പർ ഓഫ് അയോൺ ആയതുകൊണ്ട് ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞതും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഇനി നടക്കാൻ പോകുന്ന കേസിൽ ഇവ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവില്ല. അതെന്താണ്? അതായത് ഈ ഒരു സിങ്ക് റോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുക നമ്മൾ പറഞ്ഞു. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ഈ ഇലക്ട്രോഡിലുള്ള സിങ്ക് ആറ്റംസ് 2 ഇലക്ട്രോണെ വിട്ടുകൊടുത്തിട്ട് സിങ്ക് 2+ അയോണായിട്ട് മാറുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു സംഭവത്തിലേക്ക് സിങ്ക് 2+ അയോൺ കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായ? ഇതിലുള്ള ഇലക്ട്രോൺ, ഈ ഒരു ഇലക്ട്രോഡിലുള്ള ആറ്റംസ് 2 ഇലക്ട്രോണെ വിട്ടുകൊടുത്ത് സിങ്ക് 2+ അയോൺ ആയിട്ട് ഈ ഒരു സൊല്യൂഷനിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറഞ്ഞത് സിങ്ക് റോഡിൽ നിന്ന് കോപ്പർ റോഡിലേക്ക് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ സിങ്ക് 2+ കൂടി വരുന്നത് കൊണ്ട് ഇവിടുത്തെ ഇലക്ട്രോൺ അപ്പുറത്തേക്ക് പോവാൻ ഇഷ്ടമല്ല. എന്ത് കാരണമാണ്? ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സൊല്യൂഷനിൽ സിങ്ക് 2+ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പോസിറ്റീവ് ചാർജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരിക്കലും ഇലക്ട്രോണ് ഇങ്ങോട്ട് പോകാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഈ 2 ഇലക്ട്രോൺ, ഇവിടെ വരുന്ന 2 ഇലക്ട്രോൺ ഈ Cu2+ മേടിച്ചിട്ട് കോപ്പർ ആറ്റമായിട്ട് ഈ ഒരു ഇലക്ട്രോണിന്റെ അടുത്തേക്ക് പോകും. ഇവിടെയുള്ള Cu2+ ആണ് ഈ ഒരു സൊല്യൂഷനിലുള്ള Cu2+ അയോൺ ആണ് ഈ ഇലക്ട്രോണെ വന്ന് മേടിക്കുന്നത്. ഈ ഇലക്ട്രോണെ മേടിച്ചിട്ട് ഈ കോപ്പർ റോഡിന്റെ അവിടേക്ക് അത് ഡെപ്പോസിറ്റ്. ബാക്കി ഇവിടെ വരുന്നത് SO4 2- ആണ്. അപ്പൊ ഇവിടത്തെ സൊല്യൂഷനിൽ എന്ത് കൂടിക്കൊണ്ടിരിക്കും? SO4 2- കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു സൊല്യൂഷനിൽ സിങ്ക് 2+ കൂടിക്കൊണ്ടിരിക്കും, ഒരു സൊല്യൂഷനിൽ SO4 2- കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അവിടുത്തെ ഇലക്ട്രോൺ, ഇവിടുത്തെ ഇലക്ട്രോൺ ഫ്ലോ നടക്കുമോ? കുറച്ച് ഇലക്ട്രോൺ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരിക്കും. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ഇലക്ട്രോൺ മനസ്സിലാവും ഇവിടെ മൊത്തം SO4 2- അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇലക്ട്രോൺ ഒരിക്കലും ഇങ്ങോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി വരില്ല, ഇവിടെ തന്നെ നിൽക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് വരുന്നത്. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോൾട്ട് ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നത്. സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ ഒരു അഗർ എന്ന് പറഞ്ഞ ഒരു ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് നിറച്ചിട്ട് ഇതിൽ പൊട്ടാസ്യം ക്ലോറൈഡോ അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റോ അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡോ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ 2 ബീക്കറിന്റെയും ന്യൂട്രാലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ സിങ്ക് 2+ ഇപ്പൊ KCl ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെക്കുക, KCl അതായത് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് ഇതിൽ ഈ ഒരു സോൾട്ട് ബ്രിഡ്ജിൽ നിറച്ചിരിക്കുന്നതെങ്കിൽ സിങ്ക് 2+ അവിടെ കൂടുമ്പോൾ ഇവിടെ ഈ സിങ്ക് 2+ന്റെ അവിടേക്ക് ഈ KCl Cl- അയോൺ വന്നിട്ട് ചേരും. അപ്പൊ അവിടുത്തെ ആ ഒരു ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റും. ഈ 2 സൊല്യൂഷൻ തമ്മിൽ ഒരു മിക്സിങ്ങോ റിയാക്ഷനോ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ഇവിടുത്തെ അയോൺസിനെ നിലനിർത്താൻ വേണ്ടി, ഈക്വൽ നമ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോൾട്ട് ബ്രിഡ്ജ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഈ ഒരു സോൾട്ട് ബ്രിഡ്ജിൽ നമ്മൾ അഗർ എന്ന് പറഞ്ഞ ജെൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു പൊട്ടാസ്യം ക്ലോറൈഡിനെയോ പൊട്ടാസ്യം നൈട്രേറ്റിനെയോ അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡിനോ ഒരു ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് ആക്കിയിട്ടാണ് നമ്മൾ ഇതിൽ നിറയ്ക്കുന്നത്. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരൊറ്റ കാരണമാണ് അവിടെ വരുന്നത്. ഇവിടെ സിങ്ക് റോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്, അതേപോലെ കോപ്പർ റോഡിൽ നടക്കുന്നത് റിഡക്ഷൻ ആണ്. ഈ സിങ്ക് റോഡിലെ ആറ്റം സിങ്ക് 2+ അയോൺ ആയിട്ട് ഈ ഒരു സൊല്യൂഷനിൽ ലയിക്കുമ്പോൾ ഈ ഒരു ഇലക്ട്രോഡ് എന്ന് പറഞ്ഞ് ശോഷിച്ച് ഇല്ലാണ്ടാവും. സിങ്ക് ആറ്റം ആണല്ലോ, ഈ ഇലക്ട്രോഡിലെ സാധനങ്ങളാണല്ലോ ഈ ഒരു സൊല്യൂഷനിലേക്ക് പോകുന്നത്, സിങ്ക് 2+ അയോൺ ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ ഇലക്ട്രോഡ് ശോഷിക്കും. എന്നാൽ കോപ്പർ റോഡ് എന്ന് പറഞ്ഞ ഒന്ന് ഇതിന്റെ അടിയിൽ ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് അതിന്റെ തരികൾ കാണാം. അതായത് ഈ Cu2+ അയോൺ ഈ ഒരു സൊല്യൂഷനിലുള്ള Cu2+ ആണ് ഇവിടുന്ന് വരുന്ന ഇലക്ട്രോണെ മേടിക്കുന്നത്. അങ്ങനെ നേരെ കോപ്പർ റോഡിലേക്ക് ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് വരും. അപ്പൊ ഒരു റോഡ് ശോഷിക്കും, ഒരു റോഡ് ഒന്ന് കനം വെച്ച് വരും. ഇതൊക്കെയാണ് ഈ സോൾട്ട് ബ്രിഡ്ജിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണം.